ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഒരു ഇൻവെർട്ടർ അതിൻ്റെ ബാറ്ററിയുമായി കണക്ട് ചെയ്ത് എങ്ങനെ ഫിറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. ഞാനിവിടെ 1000 വാട്ട്സിൻ്റെ ലോ പവറിൻ്റെ ഒരു ഇൻവെർട്ടറും അതുപോലെ 200 ബാറ്ററിയും തമ്മിൽ കണക്ട് ചെയ്ത് എങ്ങനെ നമ്മുടെ വീട്ടിൽ ഉപയോഗപ്പെടുത്താം എന്നതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. സൈൻ വേവ് ഇൻവെർട്ടറാണ് ഇവിടെ കാണിക്കുന്നത്. ഇതിൻ്റെ പുറകിലായി ഇതുപോലെ 3 കണക്ടറുകൾ കാണാം. ഒന്നിൽ ഇൻ എന്ന് എഴുതിയിരിക്കും, ഒന്നിൽ എൻ എന്ന് എഴുതിയിരിക്കും, ഒന്നിൽ ഔട്ട് എന്ന് എഴുതിയിരിക്കും. ഈ 2 വയറുകൾ ബ്ലാക്ക് റെഡ് ബാറ്ററിയിൽ കണക്ട് ചെയ്യാനുള്ള വയറുകളാണ്. ഇതുപോലെ ഇൻ എന്ന് എഴുതിയെടുത്ത് നമ്മൾ മെയിൻ സ്വിച്ചിൽ നിന്നൊരു വരുന്ന ലൈന് ഇൻ ഫേസ് ലൈന് കൊടുക്കാനുള്ളതാണ്. അത് നമ്മൾ ടെസ്റ്റർ വെച്ചിട്ട് ചെക്ക് ചെയ്താൽ ലൈറ്റ് കത്തുന്ന ആ വയറ് അത് മെയിൻ സ്വിച്ചിൻ്റെ ഔട്ടിൽ നിന്ന് എടുത്ത് ഇൻവെർട്ടറിൻ്റെ ഇന്നിലേക്ക് കൊടുക്കുക. മെയിൻ സ്വിച്ചിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ന്യൂട്രൽ വയർ എടുത്ത് അതും ഇൻവെർട്ടറിലേക്ക് കൊടുക്കുക. ഔട്ട് ചെയ്യുന്നത് ഇൻവെർട്ടറിൻ്റെ ഔട്ടാണ്. ആ ഔട്ട് വയറിൽ നിന്നാണ് നമ്മൾ ലോഡ്, അത് ഇൻവെർട്ടറിൽ ഏതെല്ലാം ലൈറ്റുകൾ ഏതെല്ലാം ലോഡുകളാണ് ഉപയോഗപ്പെടുത്തുന്നതെങ്കിൽ അത് ഉപയോഗിക്കാൻ ഔട്ട് വയറിൽ നിന്ന് എടുത്തു കൊടുക്കുക. ഇനി നമുക്കിത് ഫിറ്റ് ചെയ്യാം. ഇത് ബാറ്ററിയുടെ നെഗറ്റീവ് പോസിറ്റീവ് ടെർമിനലുകൾ കൊടുക്കുന്ന ഒരു അടപ്പാണ്. ഇത് അത് മുറുക്കാനുള്ള ഇൻവെർട്ടറിൽ നിന്ന് വരുന്ന വയർ മുറുക്കാൻ. ഇത് അതിൻ്റെ ഒരു ജെല്ലാണ്. ഇത് ട്യൂബ്. ഇത് നമ്മൾ ബാറ്ററി വാട്ടർ ലെവല് അറിയാനുള്ള ട്യൂബാണ്. ഈ ട്യൂബ് നമ്മൾ ബാറ്ററി വാങ്ങുമ്പോൾ ലഭിക്കുന്ന അടപ്പ് കഴിച്ചിട്ട് ഈ ട്യൂബ് ഫിറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതാണ്, ഈ അടപ്പാണ് കഴിച്ചെടുക്കേണ്ടത്. ഇത് അയച്ചെടുത്തതിന് ശേഷം ഈ ട്യൂബ് ഫിറ്റ് ചെയ്യുക. ഈ ട്യൂബ് ഓരോന്നായി അയച്ച് ട്യൂബ് ഫിറ്റ് ചെയ്യുക. ഈ ട്യൂബിൻ്റെ ലെവല് അതിൽ നോക്കിയിട്ടാണ് നമ്മൾ ബാറ്ററി വാട്ടർ കുറവുണ്ടോ കൂടുതലാണോ നിലവിലുള്ള അളവ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബാറ്ററി വാട്ടർ മുഴുവനായി കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാറ്ററി ചാർജ് ആവുന്നതല്ല. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടെ ബാറ്ററിയുടെ വാട്ടർ പരിശോധിക്കേണ്ടതുണ്ട്. അതിനുള്ള ഒരു സംവിധാനം, ഒരു വാട്ടർ ലെവലാണ് നമ്മൾ ഈ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പല വീടുകളിലും ഈ വാട്ടർ ലെവൽ ശ്രദ്ധിക്കാതെ ബാറ്ററി ലീക്കായി പോകുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വാട്ടർ കമ്മിയാണെന്നുണ്ടെങ്കിൽ ബാറ്ററി വാട്ടർ കമ്മിയാകുമ്പോൾ നമ്മൾ 100 രൂപ കൊടുത്താൽ തന്നെ 5 ലിറ്ററിൻ്റെ ഒരു ബോട്ടിൽ വാങ്ങും കടകളിൽ. അത് ഈ അടപ്പ് തുറന്നതിന് ശേഷം നമ്മൾ വീണ്ടും അതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട്. മുഴുവനായി തീരാതെ തന്നെ ശ്രദ്ധിക്കുക. ഈ ട്യൂബ് ഫിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അയച്ചെടുത്ത അതിൻ്റെ അടപ്പുകൾ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് വെക്കുക. കാരണം നമ്മൾ ബാറ്ററി വല്ല ഫോൾട്ട് വന്ന് സർവീസിന് കൊണ്ടുപോകുമ്പോൾ ട്യൂബ് അയച്ചു മാറ്റിയതിന് ശേഷം ആ ടോപ്പുകൾ തന്നെ അത് ഫിറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ്. നമുക്ക് ഇനി വാട്ടർ ലെവൽ എങ്ങനെ പരിശോധിക്കാൻ നോക്കുന്നത്. ഇവിടെ റെഡ് മാർക്കിങ് കാണുന്നത് അതിൻ്റെ താഴേക്ക് വാട്ടർ ലെവൽ താവാതെ ശ്രദ്ധിക്കണം. ഈ റെഡ് കാണിക്കുന്നത് അതിൻ്റെ താഴത്തേക്ക് എന്തായാലും നമ്മൾ വാട്ടർ ലെവൽ താവാൻ പാടില്ല. അപ്പോൾ ആ ട്യൂബിൽ നിന്ന് ആ വെളുത്ത അണിയിട്ടുണ്ട്, അത് താന്ന് വാട്ടർ കമ്മിയാവും തോറും കുറയും തോറും താഴേക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. അങ്ങനെയാണ് വാട്ടർ ലെവൽ നമ്മൾ പരിശോധിക്കുക. ഇപ്പോൾ ഇതിൽ വാട്ടർ ഉണ്ട്, അതുകൊണ്ട് അത് ഉയർന്നു തന്നെ നിൽക്കുന്നുണ്ട്. ഇനി അത് താവും. അപ്പോൾ നമ്മൾ താവുന്നതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി ബാറ്ററിയുടെ നെഗറ്റീവ് പോസിറ്റീവ് ടെർമിനലുകളിൽ
ഇൻവെർട്ടറിൽ നിന്ന് വരുന്ന പോസിറ്റീവ് നെഗറ്റീവ് വയറുകൾ കണക്ട് ചെയ്യണം. അതിനു വേണ്ടിയുള്ള നെറ്റാണ് ഇപ്പോൾ നമ്മൾ കാണിച്ചത്. നല്ല നെട്ടും ബോൾട്ടും ഇട്ട് അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് നല്ലോണം ശ്രദ്ധിച്ച് മാറിപ്പോവാതെ കണക്ട് ചെയ്ത് ഇതുപോലെ നമ്മൾ മുറുക്കി കൊടുക്കേണ്ടതുണ്ട്. ഇതിന് സ്പാൻഡറെല്ലാം ഉപയോഗിച്ച് ഞാനിവിടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. ഇനി സ്പാൻഡർ ഉപയോഗിച്ച് രണ്ട് ഭാഗത്തും പിടിച്ചതിന് ശേഷം നല്ലവണ്ണം മുറുക്കി കൊടുക്കുക. ലൂസ് കണക്ഷൻ വന്നു കഴിഞ്ഞാൽ ബാറ്ററി ഇൻവെർട്ടർ ചാർജ് വലിക്കാതെ ഇൻവെർട്ടർ കൂക്കിക്കൊണ്ടിരിക്കുകയും ടൈമിംഗ് ഇട്ടായിരിക്കും. ഇതിൽ തേക്കുന്ന ഒരു ജെല്ലാണ്. ജെല്ല് നമ്മുടെ ടെർമിനലുകളിൽ ഒഴിച്ച് തേച്ച് കൊടുക്കുക ഇതുപോലെ. അത് നമുക്ക് ഫംഗസ് വരാതിരിക്കാൻ അതിൻ്റെ കണക്ഷൻ സെറ്റായി ലഭിക്കാനൊക്കെ വളരെ ഉപകരിക്കുന്ന ഒരു ജെല്ലാണ്. നമ്മൾ ബാറ്ററി വാങ്ങുമ്പോൾ ബാറ്ററിയുടെ കൂടെ തന്നെ അതിൻ്റെ പാക്കറ്റ് ലഭിക്കും. ഇപ്പോൾ ബാറ്ററി ഇൻവെർട്ടറുമായി വയർ മൂലം കണക്ട് ചെയ്തിരിക്കുന്നതാണ്. ഇൻവെർട്ടറിൽ നിന്നുള്ള പോസിറ്റീവ് നെഗറ്റീവ് വയറുകൾ ബാറ്ററിയിൽ ബന്ധിപ്പിച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ ഇൻവെർട്ടർ LCD നോക്കിയാൽ അതിൻ്റെ LED പ്രകാശിച്ച് കാണുന്നത് കാണാം. ഇൻവെർട്ടർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഔട്ടിൽ കറണ്ട് വരാനില്ല. ഈ ഔട്ട് എന്നെടുത്ത് ടെസ്റ്റർ വെച്ച് നോക്കിയാൽ ഇൻവെർട്ടറിൻ്റെ സ്വിച്ച് ഓഫാണെങ്കിൽ ഇൻവെർട്ടർ വർക്ക് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഫേസ് ലൈന് കാണിക്കത്തില്ല. ഇനി ഇൻവെർട്ടറിൻ്റെ സ്വിച്ച് ഓൺ ചെയ്താൽ എന്നിട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ബാറ്ററിയായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം. ടെസ്റ്റർ വെച്ച് നോക്കിയാൽ അതിൽ ടെസ്റ്ററിൻ്റെ ലാമ്പ് പ്രകാശിക്കുന്നത് കാണാവുന്നതാണ്. ഇനി നമ്മൾ ഒരു 3 പിൻ ടോപ്പ് നമുക്ക് ആവശ്യമാണ്. അത് ഇൻവെർട്ടറിൻ്റെ ഇന്ന് ഔട്ട് ന്യൂട്രൽ എന്നീ ലൈനുകൾ നമ്മൾ പ്ലഗിലേക്ക് ഇൻവെർട്ടർ കണക്ഷൻ വയറിങ് ചെയ്തപ്പോൾ ഇലക്ട്രീഷ്യന്മാർ സാധാരണ കൊടുത്തിടാറുണ്ട്. അതിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 3 പിൻ ടൂപ്പ് ഇതുപോലെ അയച്ചെടുക്കുക. ശേഷം L എന്ന എഴുതിയെടുത്ത് നമ്മൾ മെയിൻ സ്വിച്ചിൽ നിന്ന് വരുന്ന ലൈനും ആ വയർ ഇൻവെർട്ടറിലെ ഇൻ എന്നെടുത്ത് കണക്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കുക. പിന്നെ ഇൻവെർട്ടറിൻ്റെ ന്യൂട്രൽ ഈ ലൈൻ എടുത്തിട്ട് ന്യൂട്രൽ ലൈനായിട്ട് ബന്ധിപ്പിക്കുക. ഔട്ടെടുത്ത് നമ്മൾ സോക്കറ്റിലെ എർത്ത് ബാറിലേക്കും കൊടുക്കുക. എർത്തിൻ്റെ പിന്നിലേക്ക് കൊടുക്കുക. ഇതുപോലെ ഇൻ എന്നിടത്ത് ലൈന് കൊടുക്കുക. പ്രകാരം തന്നെ ന്യൂട്രൽ എന്നിടത്ത് ന്യൂട്രൽ ലൈന് കൊടുക്കുക. അതിൻ്റെ ആ സ്ക്രൂ ശരിയായി മുറുക്കി കൊടുക്കുക. പിന്നെ ഔട്ട് എന്നിടത്ത് നമ്മൾ ലോഡിലേക്ക് കൊടുക്കുന്ന വയറാണിത്. ഔട്ട് ഇൻവെർട്ടറിൻ്റെ ഔട്ട്. കറണ്ട് ഉള്ള സമയത്ത് ഇൻവെർട്ടർ വർക്ക് ചെയ്യാതെ തന്നെ ഒരു റിലേ സ്വിച്ചിൻ്റെ സഹായത്തോടെ കറണ്ടിൽ തന്നെ ഇന്നിൽ നിന്നും ഔട്ടിലേക്ക് കറണ്ട് പാസ് ചെയ്യുന്നതും, കറണ്ട് പോകുന്ന സമയത്ത് ഇൻവെർട്ടർ വർക്ക് ചെയ്തതിന് ശേഷം ഔട്ടിലൂടെ ഫേസ് ലൈന് എത്തുകയും ചെയ്യുന്നതാണ്. ഇതുപോലെയാണ് ഇൻവെർട്ടർ കണക്ട് ചെയ്യുക. ശേഷം നമ്മൾ ഈ ബാറ്ററിയുടെ ബാറിലേക്ക് ടോപ്പെല്ലാം ഇട്ട് കൊടുത്ത്
ഇതാണ് ഇൻവെർട്ടറിന് വേണ്ടി ഇലക്ട്രീഷ്യന്മാർ കൊടുക്കുന്ന പ്ലഗ് സോക്കറ്റ്. ഈ സ്വിച്ചിൽ നിന്ന് ലൈനിലേക്ക് ഒരു വയർ നമ്മൾ സോക്കറ്റിൽ കണക്ട് ചെയ്തിരിക്കും. അതുപോലെ നോട്ടിൽ പിന്നെ നോക്കിയാൽ വലതു ഭാഗത്തായി ലൈനും നമ്മുടെ ഇടത് ഭാഗത്തായി നോട്ടും മുകളിൽ നമുക്ക് ഔട്ട് ലൈനും കാണുന്നതാണ് ഇതുപോലെ. അപ്പോൾ നമുക്ക് ഇൻവെർട്ടറിൽ നിന്നുള്ള 3 പിൻ ടോപ്പ് ഇവിടെ ഈ സോക്കറ്റിൽ ഘടിപ്പിച്ച് കൊടുക്കുക. ഈ സ്വിച്ച് ഓൺ ചെയ്താൽ നമ്മുടെ പവർ അതിലേക്ക് എത്തുന്നതാണ്. ഇതുപോലെയാണ് നമ്മളൊരു വീട്ടിൽ ഇൻവെർട്ടർ ഫിറ്റ് ചെയ്യുന്നത്. ഇനി ഒരു ഇൻവെർട്ടർ ഫിറ്റിങ്ങിൻ്റെ വയറിങ് എങ്ങനെ വരുന്നത് എന്നതിന് ഒരു മാതൃക ചിത്രം ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്. ഇതിൽ മെയിൻ എം എന്ന എഴുതിയെടുത്ത് മെയിൻ സ്വിച്ചാണ്. മെയിൻ സ്വിച്ചിൻ്റെ ഔട്ടിൽ നിന്ന് ഫേസ് ലൈൻ എടുത്ത് ഇൻവെർട്ടറിൻ്റെ ഇൻ എന്ന എഴുതിയെടുത്തേക്ക് കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ന്യൂട്രൽ എൻ എന്നിടത്തേക്ക് ഇൻവെർട്ടറിൻ്റെ എൻ എന്ന ഇതിലേക്കും അതുപോലെ തന്നെ ലോഡിലേക്കും കോമൺ ആയിട്ട് പോയിട്ടുണ്ട്. പിന്നെ ഇൻവെർട്ടറിൻ്റെ ഔട്ട് എടുത്തിട്ട് നമ്മൾ നേരെ കൊടുത്തിരിക്കുന്നത് ലോഡിൻ്റെ എൽ എന്ന് എഴുതിയത് ബൾബ് ലൈറ്റ് എന്നതിനെ സൂചിപ്പിച്ചുകൊണ്ടാണ്. അപ്പോൾ ഇൻവെർട്ടറിൻ്റെ ഔട്ടിൽ നിന്ന് ലോഡിലേക്ക് ഒരു വയറും പോയിരിക്കുന്നു. പിന്നെ നമുക്ക് കാണാം ബാറ്ററിയിൽ നിന്നും 2 വയറുകൾ ഇൻവെർട്ടറിലേക്ക് കൊടുത്തിരിക്കുന്നത്. അത് ബാറ്ററിയിൽ നിന്നും ചാർജ് എടുക്കാൻ DC കറണ്ട് എടുക്കാൻ വേണ്ടിയിട്ടുള്ള 2 വയറുകളാണ്. അത് നെഗറ്റീവ് പോസിറ്റീവ് ടെർമിനലുകളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇൻവെർട്ടറിൻ്റെ സർക്യൂട്ട് പൂർത്തിയാവുകയാണ്. ഇൻവെർട്ടർ ഫിറ്റിംഗ് എന്ന ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.